നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 46ലേക്കും ഏവർക്കും സ്വാഗതം. ഗോകുലത്തിൽ കൊല്ലം തോറും ഇന്ദ്രയാഗം നടത്താറുണ്ട്. ഗോപന്മാർ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് ഭഗവാൻ കണ്ടു. താൻ സർവാത്മാവും സർവദർശനനും സർവജ്ഞനുമാണെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ കുലവൃദ്ധന്മാരോടൊത്ത് പരിശ്രമിക്കുന്ന പിതാവിനെ സമീപിച്ച് ബഹുമാനപൂർവം ചോദിച്ചു, പിതാവേ, നിങ്ങളെല്ലാവരും സംഭ്രമത്തോടുകൂടി ഏത് യാഗത്തിനാണ് തിരക്കിട്ട് പരിശ്രമിക്കുന്നതെന്നും ഏത് ദേവതയെ ഉദ്ദേശിച്ചാണെന്നും എന്തു ഫലത്തെ കാക്ഷിച്ചിട്ടാണെന്നും ആരാണ് നടത്തുന്നതെന്നും അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. സകല ജീവജാലങ്ങളിലും ആത്മഭാവനയോടുകൂടിയ സാധുക്കളുടെ കർമ്മങ്ങൾ ഒന്നും തന്നെ രഹസ്യമല്ലല്ലോ. താനെന്നും അന്യനെന്നും മിത്രമെന്നും ഉദാസീനനെന്നും ശത്രുവെന്നും ഭേദഭാവനയില്ലാത്തവർക്ക് ഗോപ്യമായി ചെയ്യേണ്ട ഒരു കർമ്മവുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും പുത്രനായ എന്നോട് പറഞ്ഞാൽ വൈഷമ്യമൊന്നുമില്ലല്ലോ. വിദ്വാൻ താൻ ആരംഭിക്കുന്ന കർമ്മത്തിന്റെ സാരം അറിഞ്ഞനുഷ്ഠിക്കും. അതിൻ്റെ ഫലവും അവന് സിദ്ധിക്കും. അജ്ഞന്മാർ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് തങ്ങളും അതുപോലെ ചെയ്യും. ആ കർമ്മത്തെക്കുറിച്ച് ശരിയായ ബോധം കൂടാതെ ചെയ്യുന്നതാകയാൽ ഫലസിദ്ധിക്കും ഹാനി നേരിടുന്നു. അതിനാൽ നിങ്ങൾ ഇവിടെ ആരംഭിക്കുന്ന കർമ്മം ആലോചനാപൂർവം നിശ്ചയിക്കപ്പെട്ടതാണോ അതോ ലോകരീതിയെ അനുസരിച്ച് ചെയ്യുക മാത്രമാണോ എന്ന് യുക്തിപൂർവം പറഞ്ഞു മനസ്സിലാക്കി തന്നാലും. മകന്റെ ചോദ്യം കേട്ട് നന്ദഗോപർ പറഞ്ഞു, മകനെ, ചരാചരങ്ങൾക്കെല്ലാം പ്രാണനും ജീവനും ബലവും നൽകുന്ന ഒന്നാണല്ലോ മഴ. മഴമേഘങ്ങളാണ് മഴ പെയ്യിക്കുന്നത്. വർഷത്തിന്റെ അധിഷ്ഠാന ദേവതയായ ഇന്ദ്രഭഗവാനെ ആശ്രയിച്ചാണ് മേഘങ്ങൾ വർഷിക്കുന്നത്. മേഘങ്ങളുടെ ദാക്ഷിണ്യം മൂലം സിദ്ധിച്ച ധാന്യാദി ദ്രവ്യങ്ങൾ കൊണ്ട് മേഘങ്ങളുടെ നാഥനും നിയന്താവുമായ ഇന്ദ്രനെ മറ്റുള്ളവരെ പോലെ ഞങ്ങളും യാഗങ്ങളാൽ ആരാധിക്കുകയാണ്. ആ യാഗങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളെ കൊണ്ട് പ്രാണികൾ ജീവിക്കുന്നു. ഇന്ദ്രപ്രീതി കൊണ്ട് ധർമ്മവും അർത്ഥവും കാമവും സിദ്ധിക്കുന്നു. ഇപ്രകാരം പരമ്പരാഗതമായ ധർമാചരണത്തെ ആരാണോ കാമം കൊണ്ടോ ലാഭം കൊണ്ടോ ഭയം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ചെയ്യാതിരിക്കുന്നത് അവന് സുഖമുണ്ടാവുകയില്ല, നിശ്ചയം. ഇന്ദ്രൻ തൻ്റെ ഭക്തനാണ്, പക്ഷേ അല്പം അഹങ്കാരിയാണ്. ആ ദോഷം തീർത്തനുഗ്രഹിക്കാനായി ശ്രീ കേശവൻ ഇന്ദ്രന് കോപമുണ്ടാക്കത്തക്ക വിധം പറഞ്ഞു, പിതാവേ, ജീവികളെല്ലാം ജനിക്കുന്നതും മരിക്കുന്നതും പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. സുഖവും ദുഃഖവും ഭയവും അഭയവുമെല്ലാം കർമ്മം കൊണ്ട് തന്നെയാണ് സിദ്ധിക്കുന്നത്, അല്ലാതെ ഈശ്വരനെ കൊണ്ടല്ല. കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെയും ആ ദേവനും സ്വതന്ത്രനല്ല. കാരണം കർമ്മകർത്താവിന് മാത്രമേ ഫലം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അതും ചെയ്യുന്ന കർമ്മത്തിന് വിധിച്ച ഫലം മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ജീവൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ജന്മാന്തര വാസനയാണ് കർമ്മം ചെയ്യിക്കുന്നത്. ആ വാസനകളെ അന്യഥാ ആക്കി തീർക്കാൻ ഇന്ദ്രനും ശക്തനല്ല. സ്വകർമ്മങ്ങളുടെ ഫലത്തെ കൊടുക്കാതിരിക്കാനോ അതിൽ നിന്നും വ്യത്യസ്തമായ ഫലത്തെ കൊടുക്കാനോ ഇന്ദ്രന് കഴിവില്ല. ആ ഇന്ദ്രനെ ആരാധിക്കുന്നത് കൊണ്ടെന്താണ് പ്രയോജനം? ലോകം സ്വഭാവത്തിന് അഥവാ പൂർവ സംസ്കാരത്തിന് അധീനമാണ്. ദേവനായാലും നരനായാലും അസുരനായാലും സ്വഭാവത്തിന് വഴിപ്പെട്ടാണ് കർമ്മം ചെയ്യുന്നത്. ജീവകോടികൾ താന്താങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഉച്ചമോ നീചമോ ആയ ശരീരങ്ങൾ എടുക്കുന്നു. കർമാവസാനത്തിൽ അവയെ ഉപേക്ഷിക്കുന്നു. ഒരുവന് ബന്ധുവും ശത്രുവും ഉദാസീനനും ഗുരുവും ഈശ്വരനും അവന്റെ കർമ്മം തന്നെയാണ്. കർമ്മമോ സ്വഭാവത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നു. അതിനാൽ ശ്രേയസിനെ കാക്ഷിക്കുന്നവൻ സ്വഭാവജന്യമായ കർമ്മത്തെ ചെയ്തുകൊണ്ട് കർമ്മത്തെ തന്നെ സമ്യക്കായി ബഹുമാനിക്കണം. ഇനി ദൈവത്തെ പൂജിച്ചാൽ ദൈവം പ്രസാദിച്ച് ഫലം തരുമെന്ന് ബലമായ വിശ്വാസമാണ് ഉള്ളതെങ്കിൽ ഏത് ദേവനെയാണ് പൂജിക്കേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കണം. ഏതൊരു ദേവതാപ്രസാദത്താൽ ഒരുവൻ സുഖമായി ജീവിക്കുന്നുവോ അതാണ് അവന്റെ ദൈവം.
ഒരു ദേവന്റെ പ്രസാദം ലഭിച്ചു ജീവിക്കുന്നവൻ ആ ദേവനെ ആരാധിക്കാതെ മറ്റൊരു ദേവനെ ആരാധിക്കുന്നുവെങ്കിൽ അവന് ക്ഷേമമുണ്ടാവുകയില്ല. കാരണം ഒരു ദേവനിൽ വിശ്വാസമില്ലാത്തവനിൽ അന്യദേവനും പ്രസാദിക്കുകയില്ലെന്ന് സ്പഷ്ടം. ബ്രാഹ്മണർ വേദം കൊണ്ടും, ക്ഷത്രിയൻ രാജ്യപരിപാലനം കൊണ്ടും, വൈശ്യൻ വ്യാപാരം കൊണ്ടും, ശൂദ്രൻ ദ്വിജസേവ കൊണ്ടും ജീവിക്കണം. വൈശ്യന്റെ ജീവനമാർഗം കൃഷി, കച്ചവടം, ഗോരക്ഷ, പണം പലിശയ്ക്ക് കൊടുത്തു വാങ്ങൽ എന്ന 4 വിധത്തിലാണ്. നാം ആവട്ടെ പശുപരിപാലനം മാത്രം കൊണ്ട് ജീവിക്കുന്നവരാണ്. ലോകത്തിന്റെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും നാശത്തിനും ഹേതു സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളാവുന്നു. ഇവയെ കൂടാതെ 4മതൊരു നാഥനില്ലെന്ന് സാരം. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.